Hello everyone, welcome to G-Pod Plus One Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ Plus One History ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങളുടെ Plus One History എക്സാമിന് ഇതാ വളരെ കുറച്ച് സമയമുള്ളൂ, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലസ് വൺ ഹിസ്റ്ററിയിൽ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത്. കാരണം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അറിയാതെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടോ. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ നിങ്ങൾ പറയും, അയ്യോ സാറേ ഇത് ഫ്രോം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ അല്ലേ? അല്ലട്ടോ, അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു ഇത് ഫ്രോം ദി ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ. ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് പോർഷൻസ് ഒഴിവാക്കിയിട്ട് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഉള്ള പുതിയ ചാപ്റ്റർ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതേപോലുള്ള മാത്സ് ഓഫ് ഫോളോയിങ് ഒക്കെ എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ, എന്താടാ കണ്ടോ, ഇങ്ങനെ ഒരു മാത്സ് ഓഫ് ഫോളോ ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രലോപിറ്റെക്കസ് എന്ന് പറഞ്ഞാൽ എന്താടാ? സദേൺ ഏപ്പ് അഥവാ തെക്കൻ കുരങ്ങാണ്. ഹോമോ ഹെബിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂൾ മേക്കേഴ്സ് അഥവാ എന്താണ്? പണിയായ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്ടസ് എന്നാണ് നിവർന്ന മനുഷ്യനാണ്. ഹോമോ സാപ്പിയൻസ് എന്താണ്? വൈസ് മാൻ അഥവാ ബുദ്ധിമാനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഓസ്ട്രലോപിറ്റെക്കസ് ആൻഡ് ഹോമോ. ഓസ്ട്രലോപിറ്റെക്കസിന്റെയും ഹോമോയുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യാണ് ഈ ഒരു ചോദ്യം. അപ്പൊ ഓസ്ട്രലോപിറ്റെക്കസ് പറഞ്ഞാൽ എന്താ? സദേൺ ഏപ്പ് അഥവാ ദക്ഷിണദേശത്തെ വാനരൻ അഥവാ തെക്കൻ കുരങ്ങൻ അറിയപ്പെടുന്നുണ്ട്. സ്മോൾ ബ്രെയിൻ, ചെറിയ തലച്ചോറാണ്. ലാർജ് ടീത്ത്, വലിയ താടിയെല്ലാണ്. ഇതൊക്കെ ആരുടെ ഫീച്ചേഴ്സ്? ഓസ്ട്രലോപിറ്റെക്കസ് കേട്ടോ. ഹോമോ നോക്കുകയാണെങ്കിൽ ലാർജ് ബ്രെയിൻ, വലിയ തലച്ചോറാണ്, കുറച്ചുകൂടി ഉന്തിയ താടിയല്, ചെറിയ പല്ലുകളൊക്കെ ആർക്കുണ്ട്? ഹോമോക്ക് ഉണ്ട്. പഠിച്ചു വെച്ചോ. പിന്നെ ടൈപ്സ് ഓഫ് ഹോമോ നിങ്ങൾ ഓർത്തു വെക്കണേ. ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. അതിൽ ഹോമോ ഹെബിലിസ് ആണ് ടൂൾ മേക്കേഴ്സ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഓസ്ട്രലോപിറ്റെക്കസിന് ഇതേമാതിരി എന്തോ ഒരു പേരുണ്ടല്ലോ. യെസ്, ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ്, ആദ്യകാല പണിയായ നിർമ്മാതാക്കൾ. അപ്പൊ ഓസ്ട്രലോപിറ്റെക്കസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഏർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ് അഥവാ ആദ്യകാല പണിയായുധ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ആദ്യകാല ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഹെബിലിസ് ആണ് എന്ത്? കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള ടൂളുകൾ നിർമ്മിച്ചത്. അതുകൊണ്ട് അവരെ എന്ത് വിളിക്കുന്നു? ടൂൾ മേക്കേഴ്സ് അഥവാ പണിയായുധ നിർമ്മാതാക്കൾ എന്ന് വിളിക്കുന്നു. പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്? ഹോമിനോയിഡുകളും തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിച്ചു വെക്കാൻ വളരെ സിമ്പിൾ ആണ്. ഹോമിനോയിഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഫീച്ചറാണ് ആർക്കുള്ളത്? ഹോമിനിഡുകൾക്കുള്ളത് അല്ലെ? ഏതാടാ ഹോമിനോയിഡിന്റെ പ്രത്യേകം? എന്താ? സ്മോളർ ബ്രെയിൻ, ചെറിയ തലച്ചോറാണ്. പിന്നെന്താടാ? കോഡ്പേഡസ് അഥവാ നാൽക്കാലികളാണ്. സ്പെഷ്യലൈസേഷൻ ഫോർ ഹാൻഡ്, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഇല്ല. അത് നേരെ ഓപ്പോസിറ്റ് ഫീച്ചറാണ് ആർക്ക്? ഹോമിനിഡുകൾക്ക് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഏർലി ഹ്യൂമൻസ് ഫുഡ് ഒബ്റ്റെയിനിങ്, ആദിമ മനുഷ്യർ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിക്കാൻ ഉപയോഗിച്ച 3 രീതികളുണ്ട് അല്ലെ? ഒന്ന് സ്കാവെഞ്ചിങ് ആണ്, ചത്ത ജീവികളുടെ ഭക്ഷണം ശേഖരിക്കലാണ്. 2 ഗാദറിങ്, പഴങ്ങളും മറ്റു കാര്യങ്ങളും ശേഖരിക്കലുണ്ട്. ഹണ്ടിങ് അഥവാ എന്തുണ്ട്? വേട്ടയാടിയും അങ്ങനത്തെ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഏർലി ഹ്യൂമൻസ് അഥവാ ആദ്യകാല മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്ന് ഓർത്തു വെക്കുക. അതായത് 2 ആർഗ്യുമെന്റ്സ് അല്ലെ, ഏർലി ഹ്യൂമൻസ് അഥവാ ആദ്യകാല മനുഷ്യരുടെ പിന്നെ ഉത്ഭവത്തെ കുറിച്ചുള്ള 2 ആർഗ്യുമെന്റ്സ്. ഈ ആർഗ്യുമെന്റ്സ് എന്ത് ചെയ്തോ? പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ എന്താണ്? റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, പ്രാദേശിക തുടർച്ച മാതൃകയും റീപ്ലേസ്മെന്റ് മോഡൽ, പകരം വെക്കൽ മാതൃകയും. ഈ റീപ്ലേസ്മെന്റ് മോഡൽ പറഞ്ഞാൽ എന്താ? ഹ്യൂമൻസ് ഒറിജിനേറ്റ് ഇൻ ആഫ്രിക്ക, മനുഷ്യന്മാർ എവിടെ ഉത്ഭവിച്ചു? ആഫ്രിക്കയിൽ ഉത്ഭവിച്ചു എന്നാണ്. അതിന് തെളിവായിട്ട് അവർ പറയുന്നത് എന്താണ്? മനുഷ്യന്മാരുടെ ഷേപ്പ്, അതായത് ജനറ്റിക്കലി അനാറ്റമിക്കലി മനുഷ്യന്മാർക്കുള്ള ഷേപ്പുകൾ എന്ത് ചെയ്യുന്നു? ഇതിനുള്ള കാരണം പറയുന്നു. പക്ഷേ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, പ്രാദേശിക തുടർച്ച മാതൃക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാർ പലയിടങ്ങളിലായിട്ട് ഉത്ഭവിച്ചത്. കാരണം അതിനൊരു തെളിവായിട്ട് അവർ പറഞ്ഞ എന്താ? ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും കാണുന്ന മനുഷ്യന്മാരുടെ പല രീതിയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ടെന്നുള്ള തെളിവുകൾ. ഇത് പഠിച്ചു വെച്ചോട്ടോ. ഈ 4ാമത്തെ ചാപ്റ്റർ ആണ് എന്ത്? കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ്. ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഒരു 1 വേർഡ് നോക്കാം. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു 1 വേർഡിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതേപോലെ 1 വേർഡുകൾ എന്ത് ചെയ്യാൻ ചോദിച്ചേക്കാം. ഇനി ഉമേഡുകളുടെ ഭരണത്തെ കുറിച്ചിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ CE 661 മുആവിയ ആദ്യ ഖലീഫയെ ആരംഭിച്ച ഭരണകൂടമാണ് ഇത്, ഉമയ്യഡ് ഭരണകൂടം. 750 വരെ, CE 750 വരെ നീണ്ടു നിന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ദമസ്കസ് ഇൻ സിറിയ. ശ്രദ്ധിക്കണം, ഏതാടാ? സിറിയയിലെ ദമസ്കസ് ആയിരുന്നു എന്ത്? ഇവിടെ തലസ്ഥാനം. ബൈസന്റൈൻ എംപയർ, അതായത് അത്രയും കാലം ഇസ്ലാമിക് റൂളേഴ്സ് ഒക്കെ എന്തായാലും വളരെ സിമ്പിൾ ലൈഫ്, ലളിതമായ ജീവിതം നയിച്ച ആളുകളാണെങ്കിൽ ഉമേഡ്സിന്റെ കാലഘട്ടം മുതൽ ലക്ഷൂറിയസ് ലൈഫ് അഥവാ വളരെ ആഡംബരപൂർണ്ണമായ ജീവിതം നയിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ ഉമേഡ്സിലെ ഏറ്റവും പവർഫുൾ റൂളർ ആയിരുന്നു ആര്? അബ്ദുൽ മലിക് കേട്ടോ. ഈ അബ്ദുൽ മലിക്കിന്റെ റിഫോംസ് പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിഫോംസ് ഓഫ് അബ്ദുൽ മലിക്. അബ്ദുൽ മലിക്കിന്റെ ഭരണ പരിഷ്കാരങ്ങൾ പല തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളുള്ളത് പഠിച്ചു വെച്ചോട്ടോ. അറബിക് വാസ് അഡോപ്റ്റഡ് ആസ് എ ഒഫീഷ്യൽ ലാംഗ്വേജ്. അറബി ഭാഷ എന്ത് ചെയ്തു? ഔദ്യോഗിക ഭാഷയാക്കി മാറ്റി. ബിൽഡ് ദ ഡോം ഓഫ് ദി റോക്ക് ഇൻ ജെറൂസലേമിന് ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. ഇംപ്ലിമെന്റഡ് ഇസ്ലാമിക് മോണിറ്ററി സിസ്റ്റം, ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കി. പിന്നെ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യാം? അബ്ബാസി റെവല്യൂഷൻ അഥവാ അബ്ബാസി വിപ്ലവം ചോദിച്ചേക്കാം. എന്താണ് ഈ അബ്ബാസി റെവല്യൂഷൻ അഥവാ അബ്ബാസി വിപ്ലവം എന്ന് പറഞ്ഞാൽ? അതായത് ഉമയ്യിഡ്സിനെ റൂളിംഗ് നിന്ന് മാറ്റി, ഉമയ്യിഡ്സിനെ അധികാരത്തിൽ നിന്ന് മാറ്റി അബ്ബാസിഡ്സിനെ റൂളിംഗിലേക്ക് കൊണ്ടുവരിക. അബ്ബാസിഡ്സിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ള സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്ബാസി റെവല്യൂഷൻ എന്ന്
പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഈസ്റ്റേൺ ഇറാൻ അഥവാ കിഴക്കൻ ഇറാനിലുള്ള ഖുറാസാനിലാണ്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് ഈ ഇറാനികളും അതേപോലെ തന്നെ അറബികൾ, അതായത് അറബികളുടെ ഒരു വിഭാഗവും ഈ ഉമേഴ്സിനോട് എതിർപ്പുള്ള അറബികളുടെ ഒരു വിഭാഗവും പ്രോഫറ്റ് മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദിന്റെ അമ്മാവനായ അബ്ബാസിന്റെ പിന്തലമുക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ദവാ എന്നുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാക്കി അവരെന്ത് ചെയ്യാണ് ഉമേഴ്സിന് അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നെ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യും ആസ്റ്റക്കുകളെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ആസ്റ്റക്ക്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം ആസ്റ്റക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം എക്സാമിന് ചോദിച്ചേക്കാം. ആസ്റ്റക്ക് ഇറങ്ങുന്ന വാലി ഓഫ് മെക്സിക്കോ, മെക്സിക്കോ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആര് ആസ്റ്റക് എന്ന് പറയുന്നത്. ആ ആസ്റ്റക്കുകൾ എന്തായിരുന്നു? അവർ വലിയൊരു മൈറ്റി എംപയർ, വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് ആ ആസ്റ്റക്. ആസ്റ്റക്കിൽ ഒരുപാട് വിഭാഗക്കാരുണ്ട്. ആസ്റ്റക്കിൽ എല്ലാ കാര്യങ്ങളിലെയും പ്രധാനപ്പെട്ട വിഭാഗം ആരായിരുന്നു? നോബിൾസ് അഥവാ പ്രഭുക്കന്മാരായിരുന്നു. അത് പഠിച്ചു വെക്കണേ. നോബിൾസ് അഥവാ പ്രഭുക്കന്മാരായിരുന്നു ആസ്റ്റക്കിലെ പ്രധാനപ്പെട്ട വിഭാഗം. പിന്നെ അത് മാത്രമല്ല see their king as a representative of God, അല്ലെ? ഗോഡ് അഥവാ സൂര്യന്റെ പ്രതിനിധിയായിട്ടാണ് ഇവർ ആരെ കണ്ടിരുന്നത്? രാജാവിനെ കണ്ടിരുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. പിന്നെ ചിനാംബാസ് എന്നൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ശ്രദ്ധിക്കണം. എന്താണ് ചിനാംബാസ് എന്നൊരു കൃത്രിമ തടാകം കൃത്രിമ ദ്വീപ്, അതായത് ഈ ഒരു ഈറ്റുണ്ടല്ലോ റീഡ്, അതിന്റെ മുകളിൽ മണ്ണൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചിനാംബാസ് എന്ന ആർട്ടിഫിഷ്യൽ ഐലൻഡ് അഥവാ കൃത്രിമ തടാകം നിർമ്മിച്ചിട്ടുള്ള ആളുകളായിരുന്നു ആര് ആസ്റ്റക്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. പിന്നെ ആസ്റ്റക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തെനോസിലാൻ ആയിരുന്നു അവരുടെ തലസ്ഥാനം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അവര് ബീൻസ്, സ്ക്വാഷ്, പംകിൻസ്, മാനിയോക്ക് റൂട്ട്, പൊട്ടേറ്റോസ് ഒക്കെ അവർ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ്റ്റക് എഡ്യൂക്കേഷൻ, ആസ്റ്റക്കുകളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമിന് എന്ത് ചെയ്തേക്കാം ചോദിച്ചേക്കാം. അതായത് ആസ്റ്റക്കുകൾ അവരുടെ എല്ലാവരുടെയും ഏത് കാറ്റഗറി ആണെങ്കിലും, ലോവർ ആണെങ്കിലും ഹയർ ക്ലാസ് ആണെങ്കിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു? എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോയിരുന്നു. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്കൂളിന് വിളിക്കുന്ന പേരാണ് എന്ത്? കാൽമെക്കക്ക്. അതേപോലെ തന്നെ കോമൺ പീപ്പിൾ അഥവാ സാധാരണക്കാരുടെ ആളുകളുടെ മക്കൾ പഠിച്ച സ്കൂളിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ടെപ്പോക്കെല്ലി. അപ്പൊ കാൽമെക്കും ഉണ്ട്, അതേപോലെ തന്നെ ടെപ്പോക്കെല്ലിയും ഉണ്ട്. ഈ ഒരു കാൽമെക്കും ടെപ്പോക്കെല്ലിയും രണ്ട് രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് കൊടുത്തിരുന്നത്. അതായത് കാൽമെക്കൊക്കെ എന്താ പ്രഭുക്കന്മാരായതുകൊണ്ട് അവർക്ക് നേതാക്കന്മാരാവാനും നല്ല അടിപൊളി ട്രെയിനിങ് കൊടുത്തപ്പം ടെപ്പോക്കെല്ലി കോമൺ പീപ്പിൾ അഥവാ സാധാരണക്കാർ അവിടെ വെച്ചിട്ട് വീട്ടുജോലികൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ലൈവിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ കിട്ടുള്ളൂ. അപ്പൊ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ കിട്ടുന്നത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ബാക്കി ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ലൈവിൽ സെറ്റ് ആക്കാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്.